യു പിയിൽ നടക്കുന്ന സന്യാസിമാരുടെ ഉത്സവമായ മഹാകുംഭമേള. 45 കോടിയോളം ആളുകൾ എത്തുന്ന മഹാകുംഭമേള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശരിയായി, ഏറ്റവും ഭംഗിയായി, കണിശമായി, വൃത്തിയായി ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ എത്തിയാൽ കാണാം. ഇന്ത്യയിൽ ആദ്യമായിരിക്കും ഒരു സാമൂഹിക ആത്മീയ ഉത്സവത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറെ ഉപയോഗിക്കുന്നത്. യു പിയിലേക്ക് മാത്രമായി 4 ലക്ഷം കോടി രൂപയാണ് 45 ദിവസത്തെ ഈ വലിയ മേളയിൽ എത്തുന്നത്. അതായത് കേരള സർക്കാരിന് 45 ലക്ഷം കിട്ടിയാലെങ്ങനെ എന്ന് കണക്ക് കൂട്ടിയാൽ മതി. 45 ലക്ഷം കോടി രൂപ. ലോകത്തിൽ തന്നെ ആദ്യമായി ഏറ്റവും ആളുകൾ കൂടുന്നിടത്ത് AI എയ്ഡഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച്, അഥവാ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് ഇത്രയും വലിയ ഒരു മേളയാണിവിടെ നടക്കുന്നത് എന്നറിയാൻ ഇവിടെ 10 ലക്ഷം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല 40 ചതുരശ്ര കിലോമീറ്റർ, അതായത് 4000 ഹെക്ടർ പ്രദേശമാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. 1.5 ലക്ഷം കൂടാരങ്ങൾ, 1.5 ലക്ഷം ടോയ്ലറ്റുകൾ, 25,000 മാലിന്യ ശേഖരണ ടാങ്കുകൾ, 15,000 ജീവനക്കാർ, 160 മാലിന്യ ശേഖരണ വാഹനങ്ങൾ, 69,000 LED ലൈറ്റുകൾ, 30 പാലങ്ങൾ താൽക്കാലികമാണ്, ഇത് കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റും, 50,000 പോലീസുകാർ, 3,000 CCTV ക്യാമറകൾ. തീപിടുത്തം തടയാൻ 13,000 കോടി രൂപയാണ് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത്. 351 ഫയർ എഞ്ചിനുകൾ, 50-ലധികം ഫയർ സ്റ്റേഷനുകൾ, 2000-ഓളം അഗ്നിശമന ജീവനക്കാർ, നിലയ്ക്കാതെ ലഭിക്കുന്ന ജലം, വെള്ളത്തിലും ആകാശത്തും തിരയാൻ പറ്റുന്ന ഡ്രോണുകൾ, ആത്മാർത്ഥമായി കഠിനമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ. ഇവിടെ പ്രവേശിക്കാൻ പ്രത്യേക ഫീസോ ചാർജോ ഒന്നുമില്ല. എന്നാൽ ഓരോരുത്തരെയും ചെക്ക് ഇൻ ചെയ്ത് മാത്രമേ ഡിജിറ്റലൈസ് സംവിധാനങ്ങൾ നിങ്ങളെ അകത്തുകയറ്റൂ. ഒരു സംസ്ഥാന ഗവൺമെൻറ് 7,000 കോടി രൂപ മുടക്കി അതിലും എത്രയോ ഇരട്ടി കോടികൾ തിരിച്ചു പിടിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് നാം കാണുന്നത്. ആറ് വർഷത്തിൽ അർദ്ധ കുംഭമേളയും 12 വർഷത്തിൽ കുംഭമേളയും 144 വർഷത്തിൽ, അതായത് 11 കുംഭമേളകൾ കഴിഞ്ഞ് 12ാമത് വരുന്ന കുംഭമേള മഹാകുംഭമേള എന്നറിയപ്പെടുന്നു. ഇനി ഇത് 144 വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ടാവൂ എന്നറിയുമ്പോഴാണ് നാം ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യവും ഇപ്പോൾ നടക്കുന്ന മഹാകുംഭമേളയുടെയും പ്രാധാന്യം അറിയുക. ആത്മീയത രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനമാക്കിയെടുക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. നാടിൻ്റെ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കോടികളോളം ആത്മീയ അന്വേഷികൾ എത്തുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹോത്സവം തന്നെയാണ് ഈ കുംഭമേള. അതിലേറെ ഡിജിറ്റലൈസ് കുംഭമേള എന്നുകൂടി ഇതിനെ വേറിട്ടു തന്നെ പറയാം.